ഭാരതത്തിനു വേണ്ടി ജീവൻ ബലിയർപ്പിച്ച ധീരജവാന്മാരുടെ ഓർമ്മയ്ക്കായി പള്ളുരുത്തിയിൽ യുദ്ധസ്മാരകം പണിതീർത്തു. പള്ളുരുത്തി വാട്ടർലാൻഡ് റോഡിൽ നിർമ്മിച്ച യുദ്ധസ്മാരകത്തിന്റെ ഉദ്ഘാടനം കമോഡോർ ബെന്നച്ച് ബെൻസൺ നിർവഹിച്ചു. നാഷണൽ എക്സ് സർവീസ്മെൻ കോർഡിനേഷൻ കമ്മിറ്റി പള്ളുരുത്തി യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിലാണ് യുദ്ധസ്മാരകം സ്ഥാപിച്ചത്. മാതൃഭൂമിയുടെ സംരക്ഷണത്തിനായി ജീവൻ ത്യജിച്ച ഇന്ത്യയുടെ ധീരജവാന്മാരെ ഓർക്കുന്നതിനും അവരുടെ വീരകഥകൾ ഓർത്തെടുക്കുന്നതിനുമായി ഒരിടം. കൊച്ചി പള്ളുരുത്തി വാട്ടർലാൻഡ് റോഡിൽ ഒരു യുദ്ധസ്മാരകം യാഥാർത്ഥ്യമായിരിക്കുന്നു. കൊച്ചി MLA KJ മാക്സിയുടെ അധ്യക്ഷതയിൽ കമോഡോർ ബെന്നച്ച് ബെൻസൺ യുദ്ധസ്മാരകത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഇങ്ങനെ ഒരു വാർ മെമ്മോറിയൽ ഉണ്ടാക്കാൻ ഒരു മനസ്സുണ്ടായ പ്രശാന്ത് സാറിന് നന്ദികളുണ്ട്. അത് മാക്സി സാർ ഓൾറെഡി ചർച്ചിച്ചിട്ടുണ്ട്. ലെഫ്റ്റനന്റ് കേണൽ മഹാലക്ഷ്മി മാഡമും അവരും ഒന്നിച്ച് പൈസ ഇങ്ങോട്ട് കൊടുത്ത് ഇത് ഉണ്ടാക്കണമെങ്കിൽ അവരുടെ ഹൃദയം ഏറ്റവും വലിയ ഹൃദയമാണ്. അതിനുവേണ്ടി ഞാൻ നന്ദി പറയുന്നുണ്ട്. ഇവിടത്തുള്ള പ്രത്യേകതയായിട്ട് നമ്മൾ ഓർക്കുന്ന ഇവിടെ വാർ മെമ്മോറിയലില് ജീവൻ കൊടുത്ത ദേശത്തിന് വേണ്ടി ജീവൻ കൊടുത്ത ആൾക്കാരെ കുറിച്ചാണ്. അവർ അറിയില്ല, അവർ ജോയിൻ ചെയ്തപ്പോഴത്തേക്ക് എന്റെ മരണം വരുവോ ഇല്ലയോ എന്ന് അറിഞ്ഞിട്ടില്ല. പക്ഷെ അവരതില് ഒരിക്കലും പറയാൻ പെട്ടുപോയി. പക്ഷെ ഇപ്പുറത്ത് നമ്മൾ നോക്കിയാൽ അവർ ചെയ്ത ത്യാഗം വലിയ ത്യാഗമാണ്. അവർ ചെയ്ത ത്യാഗത്തൊട്ട് നമ്മ ഇപ്പം ഹാപ്പി ആയിട്ട് ഈ ചെയറിൽ ഇരിക്കാൻ പറ്റുന്നുണ്ട്. ഇവിടെ നമ്മൾ നടമാടാൻ പറ്റുന്നുണ്ട്. ഇവിടെ ഏത് വേണമെങ്കിലും ഇങ്ങനെ ചെയ്യാം. നമുക്ക് ഫ്രീഡം എന്ന് പറഞ്ഞാൽ ഒരു സ്വതന്ത്രം കിട്ടിയത് ഇവരുടെ സാക്രിഫൈസ് തൊട്ടാണ്. യുദ്ധസ്മാരകത്തിൽ റീത്ത് സമർപ്പിക്കലും പുഷ്പാർച്ചനയും ചടങ്ങിൽ പങ്കെടുത്ത മറ്റുള്ള അംഗങ്ങളും ചേർന്ന് നടത്തി. രാജ്യത്തിനു വേണ്ടി വീരമൃത്യു വരിച്ച ധീരജവാന്മാരുടെ സ്മരണ എന്ന് നിലനിൽക്കുന്നതിന് വേണ്ടിയിട്ടാണ് പള്ളുരുത്തിയിൽ ഒരു വാർ മെമ്മോറിയൽ സ്ഥാപിച്ച് അത് ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത്. രാജ്യ താല്പര്യം പുതിയ തലമുറയിലേക്കും ഈ വാർ മെമ്മോറിയലൂടെ വരണം. അതിനായിട്ട് നമ്മുടെ പുതിയ തലമുറയ്ക്ക് അതൊരു വലിയ പ്രയോജനമായി മാറണം എന്നുള്ളതാണ്. നാഷണൽ എക്സ് സർവീസ്മെൻ കോർഡിനേഷൻ ഓൾ ഇന്ത്യ വൈസ് പ്രസിഡന്റ് VS ജോൺ, സെക്രട്ടറി സന്ധ്യാവു, സ്റ്റേറ്റ് സെക്രട്ടറി TN പ്രതാപൻ, എറണാകുളം ചാപ്റ്റർ പ്രസിഡന്റ് AFA HFLB മധുസൂദനൻ പിള്ള, പ്രസിഡന്റ് രംഗനാഥൻ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. ജനുവരി 14 നമ്മുടെ രാജ്യം ആഘോഷിക്കുന്നത് വെറ്ററൻസ് ഡേ ആയിട്ടാണ്. രാജ്യം ആഘോഷിക്കാൻ വളരെ ലേറ്റ് ആണെങ്കിൽ തന്നെ ഇതിന്റെ പിന്നിലൊരു സാമൂഹ്യമായിട്ടുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ ഇന്ത്യയുടെ കരസൈന്യാധിപൻ അല്ലെങ്കിൽ ഇന്ത്യയുടെ സർവ്വസൈന്യാധിപൻ തന്നെ വേണമെങ്കിൽ പറയാമായിരുന്ന ശ്രീ കരിയപ്പായുടെ അദ്ദേഹം ഒരു എക്സ് സർവീസ്മാൻ ആയ ദിവസമാണ് 1953 ജനുവരി മാസം 14-ാം തീയതിയാണ് അദ്ദേഹം യൂണിഫോം അഴിച്ചു വെച്ച് സൈനിക സേവനത്തിൽ നിന്നും വിരമിച്ച ദമ്പതികളായ കാക്കത്തറ പ്രശാന്ത്, G മഹാലക്ഷ്മി എന്നിവരാണ് യുദ്ധസ്മാരകം നിർമ്മിക്കുന്നതിനായുള്ള സ്ഥലം നൽകിയത്. സൊസൈറ്റിക്ക് തിരിച്ചു കൊടുക്കാനുള്ള ഒരു സാഹചര്യമായിട്ടാണ് ഞാനത് കാണുന്നത്. ഞങ്ങൾ രണ്ടുപേരും ഡിഫൻസ് സർവീസിലായിരുന്നു. സർവീസ് കഴിഞ്ഞപ്പോൾ ഇവർക്ക് ഇവിടെ എല്ലാ വർഷവും ഓഗസ്റ്റ് 15-ന് ജനുവരി 26-നും കൊടി കയറ്റാനുള്ള ഒരു സാഹചര്യം വേണമെന്നുള്ളൊരു ആവശ്യം വന്നപ്പോൾ ഇത് ഞാൻ അങ്ങനെ ഓഫർ ചെയ്യുമായിരുന്നു അവർക്ക് വേണ്ടിയിട്ട്. ഞാൻ 20 വർഷം കഴിഞ്ഞു സർവീസ് ചെയ്തു എയർഫോഴ്സിൽ. എൻ്റെ വൈഫ് 32 വർഷം സർവീസ് ചെയ്തു ആർമിയിൽ. ആ കാലഘട്ടത്തെക്കുറിച്ച് അതിന്റെ ഓർമ്മകൾ എന്ന് നിലനിർത്താൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു സംരംഭത്തിന് വേണ്ടി ഞങ്ങൾ തയ്യാറായത്. പ്രസിഡന്റ് R രംഗനാഥൻ, സെക്രട്ടറി UV സന്ധ്യാവ്, ട്രഷറർ സുനിൽ ലാൽ TS എന്നിവർ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും ചടങ്ങുകൾക്കും നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കൊച്ചി.